ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വർക്കെന്ന് പറയുന്നത് ഒരു 500 സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെ പാരപ്പറ്റ് കെട്ടൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ നിലയാണ്. അപ്പോൾ രണ്ടാമത്തെ നിലയിൽ പാരപ്പറ്റ് കെട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രൂപയാകും, എത്ര രൂപ ചിലവാകും, ഫുൾ മെറ്റീരിയൽ ഉൾപ്പെടെയാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഒരു ധാരണ വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിവിടെ 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ 260 കല്ല് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ഹോളുള്ള കല്ലാണ്. അപ്പം പാരപ്പറ്റ് കെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഹോളുള്ള കല്ല് എടുക്കാതിരിക്കാൻ നോക്കണം. 3 എണ്ണം ഉണ്ട്. കാരണം ഹോളില്ലാത്ത കല്ലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പം ക്ലയൻറ്റ് ഹോളുള്ള കല്ല് മതി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഹോളുള്ള കല്ല് എടുത്തത്. അപ്പോൾ മൊത്തം 260 കല്ലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി ലോങ് ഉണ്ട്, ദൂരമുണ്ട് മേളിൽ ചുമന്ന് കയറ്റാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ 2 ഹെൽപ്പറാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ പല ആൾക്കാരും, ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഒരു മേസ്ത്രിക്ക് 2 ഹെൽപ്പർ എന്തിനാണെന്ന്. കാരണം ഇത്രയും കല്ല്, ഈ 260 കല്ല് നമുക്ക് മേളിൽ കൊണ്ടുവരണം. അപ്പോൾ മേളിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് 2 ഹെൽപ്പർ വേണം. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കല്ല് മുഴുവനും മുകളിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ 2 ഹെൽപ്പറെ നിർത്തിയിരിക്കുന്നത്. കാരണം ഒരു ഹെൽപ്പറെ കൊണ്ട് നമുക്ക് ഒരിക്കലും ഇത്രയും കല്ലും കയറ്റി നമുക്ക് കല്ലും എടുത്ത് തന്ന് സിമൻറ്റും മിക്സ് ചെയ്ത് തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ 2 ഹെൽപ്പറെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ സിമൻറ്റ് മിക്സ് ചെയ്യുന്നത്, നമ്മൾ ആദ്യം തന്നെ മണ്ണിൻ്റെ കണക്ക് പറയാം. നമ്മൾ സിമൻറ്റ് സാധാരണ നമ്മൾ ഈ പാരപ്പറ്റ് കെട്ടുമ്പോൾ 7-1, അതായത് 7 ചട്ടി മണ്ണിന് 1 ചട്ടി സിമൻറ്റ്, ആ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഇഞ്ചിൻ്റെ ഈ ഹോളോ ബ്രിക്സ് ആയതുകൊണ്ട് നമ്മൾ 6-1 ഇടുന്നത്. അപ്പോൾ 6 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ്, ആ ഒരു കണക്കിനാണ് നമ്മൾ ഇവിടെ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ആയിട്ടുള്ളത് ടോട്ടൽ 21 കുട്ട മണ്ണായിട്ടുണ്ട്. അതായത് ടോട്ടൽ 21 കുട്ട മണ്ണാണ് നമുക്ക് ആയിട്ടുള്ളത്. അപ്പം പാറപ്പൊടി ഒരു കുട്ടയ്ക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ചില്ലറായിട്ട് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കൂടും. ഇത് നമ്മൾ ഒരു വണ്ടി, അതായത് ഒരു 60 കുട്ട മണ്ണായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു റേറ്റാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പം നമുക്ക് 21 കുട്ട മണൽ, അത് ഒരു കുട്ടയ്ക്ക് 70 രൂപ വെച്ചാകുമ്പോൾ നമുക്ക് മണ്ണിന് മാത്രം തന്നെ 1400 രൂപ മണലിനായി. അപ്പം ടോട്ടൽ 21 കുട്ട. അതുപോലെ തന്നെ നമുക്ക് സിമൻറ്റ്, അപ്പോൾ നമുക്ക് സിമൻറ്റ് ഇവിടെ ആയിട്ടുള്ളത് 1.5 പാക്കറ്റ് സിമൻറ്റായി. അപ്പോൾ നമ്മൾ അൾട്രാടെക്കിൻ്റെ സിമൻറ്റ് വെച്ചാണ് കെട്ടുന്നത്. അപ്പോൾ അൾട്രാടെക്കിൻ്റെ സിമൻറ്റ് ഒരു പാക്കറ്റിന് 380 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ 1.5 പാക്കറ്റ് സിമൻറ്റിന് നമുക്ക് ടോട്ടലായത് 570 രൂപ നമുക്കായിട്ടുള്ളത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നമ്മളെപ്പോഴും രണ്ടാമത്തെ നില പാരപ്പറ്റ് കെട്ടുമ്പോൾ നമ്മൾ 10 സെൻറ്റിമീറ്റർ തള്ള് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം തള്ളിൽ കയറ്റി കെട്ടാതെ താഴത്തെ ചുമര്, അതായത് ചുമരിൻ്റെ ഭിത്തിയുടെ ലെവലിന് കെട്ടാൻ നോക്കണം. അതായത് നമുക്ക് രണ്ടാമത്തെ നില കെട്ടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ നില കെട്ടുമ്പോൾ, പാരപ്പറ്റ് കെട്ടുമ്പോൾ നമ്മൾ ഭാവിയിൽ എപ്പോഴെങ്കിലും രണ്ടാമത്തെ നില കെട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളത് കെട്ടുന്നത് 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് വെച്ച് തന്നെ കെട്ടാൻ നോക്കണം. കാരണം ആ സമയത്ത് നമുക്ക് രണ്ടാം നില ഇറക്കുമ്പോൾ ഈ പാരപ്പറ്റ് ഇടിക്കേണ്ടി വരില്ല. മറ്റേത് നമ്മൾ മൊത്തം ഇടിച്ച് കളയേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ നിലയുടെ മേളിൽ ഇനി നില ഇറക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 10 സെൻറ്റിമീറ്ററിൽ കയറ്റിയാണ് ഈ 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടുന്നത്. പിന്നെ കല്ല് അത്യാവശ്യം നല്ല കല്ലാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മാക്സിമം പാരപ്പറ്റ് കെട്ടുമ്പോൾ ഹോളില്ലാത്ത കല്ല് വെച്ച് കെട്ടുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് പാരപ്പറ്റ് പല മോഡലിലും കെട്ടാം. ഈ സ്ക്വയർ പൈപ്പ് വെച്ച് കെട്ടാം. അപ്പോൾ ഡിസൈൻ, അതുപോലെ തന്നെ പല മോഡലും ഡിസൈനും കൊടുത്ത് നമുക്ക് ചെയ്യാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സാധാ ചെയ്യുന്നത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ സ്ക്വയർ പൈപ്പ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് മാറും, റേറ്റും കാര്യങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ ഈ ഫ്രണ്ടൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് മാറും. അപ്പോൾ ഇത് ക്ലയൻറ്റ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഡിസൈനൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ മെയിൻ റോട്ടിൽ നിന്ന് ഒരുപാട് അകത്തോട്ടാണ് ഈ വീട്. അപ്പോൾ ഈ വീട് ഡിസൈനൊക്കെ വെച്ച് ചെയ്താലും ആർക്കും കാണാൻ പറ്റില്ല, റോഡ് സൈഡല്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഡിസൈനൊന്നും വേണ്ട, പ്ലെയിനായിട്ടൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ വെക്കുന്നത് മൊത്തം ടോട്ടൽ 3 വരിയാണ് വെക്കുന്നത്. അപ്പോൾ 3 വരിക്കുള്ള കല്ലാണ് ഞങ്ങൾ 260 കല്ലെടുത്തത്. കാരണം സാധാരണ പാരപ്പറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെക്കുന്നത്
3 വരിയും പിന്നെ ഒരു ചുടുകലിൻ്റെ പൊക്കം, ഒരു 10 സെൻറ്റിമീറ്ററും കൂടി പൊക്കം. ആ ഒരു മാക്സിമം നമുക്ക് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് വരുമ്പം ഒരു 75-നകത്ത് നമുക്ക് വേണം. അപ്പോൾ ഇത് 3 വരി മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ 3 വരി വെക്കുന്നത്. പിന്നെ നമ്മൾ സ്വല്പം ചാന്ത് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കാരണം അല്ലെങ്കിൽ തീരെ ഹൈറ്റ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വല്പം സിമൻറ്റ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഹോളോ ബ്രിക്സ്, അപ്പോൾ ഹോളോ ബ്രിക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 38 രൂപയാണ് ഈ ഹോള്, വലിയ ഹോളുള്ള 4 ഇഞ്ചിൻ്റെ കല്ലിൻ്റെ റേറ്റ്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല റേറ്റ് ആയിരിക്കും. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പം ഞങ്ങൾ പലയിടത്തും പല റേറ്റ് ആയിരിക്കും, ചിലപ്പം കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ ഇതിപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു കല്ലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 38 രൂപയാണ്. അപ്പോൾ 38 രൂപയ്ക്ക് നമ്മൾ കല്ലെടുത്തിട്ട് മൊത്തം 260 കല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 260 കല്ലിന് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 9880 രൂപ കല്ലിൻ്റെ ചാർജ് മാത്രമായിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. വണ്ടിക്ക് ടോട്ടൽ മൊത്തം ആയിട്ടുള്ളത് 500 രൂപയെ നമ്മൾ വണ്ടിക്ക് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ കല്ലിന് മൊത്തം 9880, കല്ല് കൊണ്ടുവന്നതിൻ്റെ കൂലി 500 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പം ടോട്ടൽ ഇത്രയാണ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളെ ലേബർ ചാർജ്, അപ്പോൾ നമുക്ക് കല്ലിന് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മൊത്തം, അതായത് നമുക്ക് കല്ല്, മണൽ, സിമൻറ്റ്, കല്ല് കൊണ്ടുവന്ന കൂലി, അപ്പോൾ ഇത്രയും കൂടി നമുക്ക് മൊത്തം ആയിട്ടുള്ളത് 12420 രൂപയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ളത്, അതായത് മെറ്റീരിയൽ മാത്രം. അപ്പോൾ ഇനി ഇതിൽ ഉള്ളതെന്ന് പറയുന്നത് ഞങ്ങളുടെ കൂലിയാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മുടെ കൂലി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കൂലി പുറത്ത് പറയാത്തതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഉണ്ടോ, ഇത്രയും കൂലിയുണ്ടോ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പം ഇത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ റേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്, ഓരോ ശമ്പളമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂലി പറയുക. കാരണം വേറെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ചിലപ്പോൾ അവിടെ ശമ്പളം കുറവായിരിക്കും. അത് അവിടെ ഓരോ സ്ഥലങ്ങളിലെ ആ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഞങ്ങളിവിടെ എന്ന് പറയുന്നത് ശമ്പളം കുറച്ച്, തിരുവനന്തപുരത്ത് പൊതുവെ ഈ മേസ്ത്രി പണിക്കും ഹെൽപ്പറിനൊക്കെ ശമ്പളം ഇത്തിരി മാറ്റമുണ്ട്. അപ്പോൾ നമുക്കിവിടെ മൊത്തം ആയിട്ടുള്ളത് എമൗണ്ട് എന്ന് പറയുന്നത് 16020 രൂപയാണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ഈ 500 സ്ക്വയർ ഫീറ്റ് പാരപ്പറ്റ് കെട്ടാൻ നമുക്ക് ഫുൾ മെറ്റീരിയൽ ഉൾപ്പെടെ ഫുൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 10020 രൂപയാണ്. അപ്പോൾ ഇത് ഈ റേറ്റ് കേട്ടും കൊണ്ട് ഇപ്പം നമ്മൾ വേറെ ആൾക്കാർ, ഇപ്പോൾ പല ആൾക്കാരും പല സൈറ്റിലും ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും കൂടും, ചിലപ്പോൾ ഇതിനേക്കാളും കുറയും. അപ്പം മാക്സിമം ഒരു ആവറേജ് റേറ്റാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്, ഈ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മാക്സിമം ഒരു ആവറേജ് റേറ്റിലാണ് നമ്മൾ പറയുക. കാരണം ഇതിൽ നമ്മളിപ്പോൾ ഈ അഷ ക്ലാമ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ പണ്ടൊക്കെയാണ് ഈ അഷ ക്ലാമ്പ് നമ്മൾ ഈ ക്ലാമ്പ് വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ ക്ലാമ്പല്ല വയ്ക്കുന്നത്, ഇപ്പം വെൽഡ് ചെയ്ത് ബോൾട്ട് അടിച്ച് വെൽഡ് ചെയ്ത് സ്റ്റാൻഡ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ക്ലാമ്പാണ്. അപ്പോൾ ആ ക്ലാമ്പൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ പൈസ ഒന്നും കൂട്ടിയിട്ടില്ല. കാരണം അതൊരു 4 ക്ലാമ്പ് വാങ്ങിക്കുമ്പോൾ ഒരു 10-60 രൂപയ്ക്കകത്തേ ആവുള്ളൂ. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. അപ്പം അല്ലാതെ കൂട്ടി നോക്കുമ്പോൾ നമ്മൾ മണലിൻ്റെ സിമൻറ്റ്, അതായത് 21 കുട്ട മണൽ, 1.5 പാക്കറ്റ് സിമൻറ്റ്, 260 ഹോളോ ബ്രിക്സ്. അപ്പോൾ ഈ ഹോളോ ബ്രിക്സ് വണ്ടിക്കൂലിക്ക് 500 രൂപയാണ്. അപ്പോൾ ഒരു കല്ലിന് 38 രൂപയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഈ എസ്റ്റിമേറ്റ് റേറ്റ് എല്ലാം കൂടി ചേർത്ത് കൂട്ടുന്നതാണ് ഈ ഒരു എമൗണ്ട്. അപ്പോൾ നമുക്കിതിൽ പല മോഡലിലും ചെയ്യാം. മോഡൽ കൂടുന്തോറും നമുക്ക് എസ്റ്റിമേറ്റ് മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൽ പറ്റുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒറ്റ ദിവസത്തെ വർക്കേ ഉള്ളൂ. കാരണം 260 ഹോളോ ബ്രിക്സ് നമുക്ക് മേളിൽ കയറ്റി ഒറ്റ ദിവസത്തെ വർക്കേ ഉള്ളൂ. 2 ഹെൽപ്പർ വേണം. കാരണം 2 ഹെൽപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെ കൂടെ ഇത്തിരി സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ഹെൽപ്പർ നിർത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെയർ കേസ് കയറി വരുന്നതിൻ്റെ അവിടെ നമ്മൾ പാരപ്പറ്റ് കിട്ടുമ്പോൾ 2 സൈഡിലും തൂണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൂണ് ബാക്കി ഹാൻഡ് റെയിൽ വന്ന് കയറുമ്പോൾ അതിലാണ് കയറുന്നത്. അപ്പോൾ തൂണ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ബലം കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തൂണ് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മളെ മെയിൻ ചെവറിൻ്റെ സെൻറ്ററും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഫില്ലർ, ഒരു 20 സെൻറ്റിമീറ്ററിന് ഒരു തൂണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും ലെങ്ത് കിടക്കുന്നതുകൊണ്ട് ഒരു തൂണില്ല എന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക്, ഒരു ബലത്തിനൊരു കുറവായിരിക്കും. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു തൂണ് അവിടെ കൊടുത്തത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അൾട്രാടെക്കിൻ്റെ സിമൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റിങ് കൂടും. ഇപ്പോൾ സെറ്റിങ് കൂടാണ്. ഇപ്പോൾ റാംഗോയുടെ സിമൻ്റൊക്കെ ആണെങ്കിൽ 360, 350 ആ ഒരു റേഞ്ചേ ഉള്ളൂ ഇപ്പോഴത്തെ സിമൻറ്റിൻ്റെ വില അനുസരിച്ച്. അപ്പോൾ അൾട്രാടെക്കിന് ഇത്തിരി വില, സിമൻറ്റിന് വില കൂടുതലാണ്. അപ്പോൾ ഇവിടെ 380 രൂപയാണ്
ഒരു പാക്കറ്റ് സിമെൻറ്റിന് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ 3 വരി വെച്ചിട്ടുള്ളത്. അപ്പോൾ 3 വരിയുടെ മൊത്തത്തിലുള്ള എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കും. പിന്നെ സിമെൻറ്റ് നമ്മൾ മിക്സ് ചെയ്തത് 6:1 6 വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ 4 ഇഞ്ചിൻ്റെ ഹോളുള്ള കല്ലായതുകൊണ്ടാണ് നമ്മൾ സിമെൻറ്റ് 6:1 ഇട്ടത്. അല്ലാതെ സിമെൻറ്റ് കൂട്ടി അവർക്ക് ചിലവ് കൂട്ടാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റും കെട്ടി തീർത്തിട്ടുണ്ട്. 3 വരി 2 സൈഡിലും ഫില്ലറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്രയും ലെങ്ത് കൂടെ ഇവിടെ ഒരു മടക്കം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കോർണറിലാണ് അശക്ലാമ്പ് കൊടുത്തിട്ടുള്ളത്. പണ്ടൊക്കെയാണ് ഇങ്ങനെ കൊടുക്കുന്നത്, ഇപ്പോൾ ആരും കൊടുക്കില്ല. പക്ഷെ അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഫില്ലറും കൊടുത്തിട്ടുണ്ട്. ഒരു 20 സെൻറ്റിമീറ്ററിൽ ഒരു തൂണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ വർക്ക്. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.